ഓക്കെ, ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്ത് 2023 GDയിലെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു ബാങ്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് 5% പെർ ആനമാണ്. പക്ഷേ എന്ത് ചെയ്യുന്ന ഹാഫ് ഇയർലി ആണ് പലിശ കണക്കാക്കുന്നത്. ഓരോ 6 മാസം കൂടുന്തോറും പലിശ കണക്കാക്കും. പിന്നെ എന്ത് പറഞ്ഞു? ഈ കസ്റ്റമർ ഡെപ്പോസിറ്റഡ് 1600 ഇൻ ഈച്ച്. ഫസ്റ്റ് ജാനുവരിയിലും ജൂലൈ 1-നും എന്ത് ചെയ്തു? കസ്റ്റമർ ആണെങ്കിൽ 1600 വെച്ച് ഡെപ്പോസിറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ മൊത്തം എൻഡ് ഓഫ് ദ ഇയറിൽ എത്ര കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 100% എടുത്ത് ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് എമൗണ്ട് ആയിട്ട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എമൗണ്ടിനെ ബേസ് ചെയ്ത് കണ്ടുപിടിക്കാം. ആദ്യം തന്നെ ഹാഫ് ഇയർലി, ക്വാർട്ടർലി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ റേറ്റ് പേഴ്സൻറ്റേജ്, ക്വസ്റ്റ്യനിൽ പൊതുവെ റേറ്റ് പേഴ്സൻറ്റേജ് പെർ ഇയർ ആയിരിക്കും തരുന്നത്. ഓക്കെ, ഹാഫ് ഇയർലി ആണെങ്കിൽ എന്ത് ചെയ്യുക? ഒരു വർഷത്തിനെ 2ആയിട്ട് അവിടെ ഡിവൈഡ് ചെയ്യുമല്ലേ, അപ്പോൾ ബൈ 2 എടുക്കുക. ക്വാർട്ടർലി ആണെങ്കിൽ എന്ത് ചെയ്യുക? ബൈ 4 എടുക്കുക. ഇത് ആക്ച്വലി എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ ഓരോ 6 മാസം കൂടുന്തോറും, 12 മാസത്തിൽ 6 മാസം കൂടുന്തോറും നമ്മൾ എന്ത് ചെയ്യും? പലിശ കണക്കാക്കും. ക്വാർട്ടർലി ആണെന്ന് പറയുമ്പോൾ 12 മാസത്തിൽ ഓരോ 3 മാസം കൂടുന്തോറും നമുക്ക് എന്ത് ചെയ്യും? പലിശ കണക്കാക്കും. ഓക്കെ, ഇപ്പോൾ 8 മന്ത്ലി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 5 ഇൻറ്റു 8/12 എന്ന് പറഞ്ഞ് ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് റേറ്റ് പേഴ്സൻറ്റേജിൽ കൺവേർഷൻ വരുന്നത്. ഇനി ഇയർ എങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇയർ കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ 2 വർഷമാണ് പറഞ്ഞതെന്ന് വിചാരിച്ചു. ഹാഫ് ഇയർലി ആണെങ്കിൽ ഓരോ 6 മാസം കണക്കാക്കും. അതായത് മൊത്തം 4 മാസത്തെ എഫക്റ്റാണ്, 4 വർഷത്തെ എഫക്റ്റാണ് വരുന്നത്. ഒരു വർഷമാണെങ്കിൽ 6 വെച്ചിട്ട് 2 വർഷത്തെ എഫക്റ്റാണ് വരുന്നത്. ഈ 2 ചേഞ്ചാണ് പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. ഇനിയിപ്പോൾ നമ്മൾ 1600, ഈ ജൂലൈ 1 ജാനുവരി 1-ൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാനുവരി 1 തൊട്ട് ജൂൺ 30 വരെ 6 മാസമാവും. ഓക്കെ, ജൂലൈ 1 തൊട്ട് ഡിസംബർ 31 വരെ 6 മാസമാവും. അതാണ് അതിൻ്റെ പ്രത്യേകതയായിട്ട് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ്, നമുക്ക് ആദ്യം 5% ആകുമ്പോൾ ബൈ 2 എടുക്കുമ്പോൾ 5/2, 2.5%. 5% എന്ന് പറയുമ്പോൾ 1/2 1/20 ആണ്. അപ്പോൾ 2.5% എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും? 1/40 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വർഷം നമ്മൾ ജാനുവരി 1-ന് 1600 ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജൂലൈ 1-ൻ്റെ തുടക്കത്തിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ 1600-ന് ഒരു പലിശ കിട്ടും. ഡെപ്പോസിറ്റ് ചെയ്ത 1600-ന് ഒരു പലിശ കിട്ടും. എത്ര രൂപ കിട്ടും? 1600-ൻ്റെ 1/40. 1600-ൻ്റെ 1/40 എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 കിട്ടും. ഓക്കെ, ഇനി ജൂലൈ 1 ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 1600 ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു 1600 കൂടി ഡെപ്പോസിറ്റ് ചെയ്യും ജൂലൈ 1 ആകുമ്പോൾ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ 3200 നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, ഇനിഷ്യലി കൊടുത്ത എമൗണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? പലിശയുടെ പലിശ കണക്കാക്കും. അപ്പോൾ നമ്മൾ ആക്ച്വലി അടുത്ത വർഷമാകുമ്പോൾ എന്ത് പറ്റും? നമ്മൾ ആദ്യം ഇട്ടൊരു 1200 ഉണ്ട്. ഓക്കെ, ആദ്യം ഇട്ടൊരു 1200 ഉണ്ട്, അതിനൊരു പലിശ കണക്കാക്കും 40 രൂപ. ഇപ്പോൾ ഇട്ടൊരു 1600 ഉണ്ട്, അതിൻ്റെയും പലിശ കണക്കാക്കും. അതിന് എത്ര തന്നെ പലിശ വരും? 40 രൂപ തന്നെ പലിശ വരും. ഓക്കെ, ഇനി അടുത്തത് ഈ പലിശയുടെ പലിശ കണക്കാക്കും. പലിശയുടെ പലിശ കണക്കാക്കി കഴിഞ്ഞാൽ എന്ത് വരും? പലിശയുടെ പലിശ കണക്കാക്കി കഴിഞ്ഞാൽ 40-ൻ്റെ 1/40 1 വരും. അപ്പോൾ മൊത്തം 121 രൂപയായിരിക്കും പലിശ. 121 ഒന്നുകൂടി കറക്റ്റായിട്ട് വരച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ വർഷം, അതായത് നമ്മുടെ ഹാഫ് ഇയർലി വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ വർഷം 1600 നമ്മൾ കയ്യിലുള്ളത്, അതിൻ്റെ ഒരു പലിശ കണക്കാക്കും. അതിൻ്റെ പലിശ കണക്കാക്കാൻ പോയി കഴിഞ്ഞാൽ 1/40 വരും, അപ്പോൾ 40 വരും. രണ്ടാമത്തെ വർഷമാകുമ്പോൾ നമ്മളൊരു 1600 ഇട്ട, ഓൾറെഡി 1200 അവിടെ ഇരിപ്പുണ്ട്, ഒരു 1600 കൂടി ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ വേണമെങ്കിൽ 3200 നമ്മുടെ പ്രിൻസിപ്പൾ എന്ന് പറയാം. 3200-ൻ്റെ 1/40 കാണാൻ പോയി കഴിഞ്ഞാൽ എത്ര വരും? 80 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി എന്ത് ചെയ്യും? ആ വർഷം തുടങ്ങാൻ നേരത്തെ ഒരു 40 രൂപ അടി, ആദ്യം കിട്ടിയ ഇൻട്രസ്റ്റും കൂടി അവിടെ ഇരിപ്പുണ്ട്, അതിൻ്റെയും ഇൻട്രസ്റ്റ് കണക്കാക്കാം. 140-ൻ്റെ 1/40 എത്ര വരും? 1 രൂപ എന്ന് പറഞ്ഞ് കിട്ടും. ഇത് ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും? 121 ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക്